ചക്രവാളി. നമസ്കാരം. അപ്പോൾ ഈ പ്രൊഫിക്സ് എന്നുള്ള പ്രോഗ്രാം ഓൾറെഡി സക്സസ്ഫുൾ ആയ ഒരു പ്രോഗ്രാമാണ്. ഓൾമോസ്റ്റ് 4 പ്രൊഫിക്സ് കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് ഒരു പ്രൊഫിക്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു പ്രൊഫിക്സ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഈ പ്രൊഫിക്സ് എന്നുള്ള പ്രോഗ്രാമിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പക്ക പ്രാക്ടിക്കൽ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലാണ് ആ പ്രോഗ്രാമിൻ്റെ ഡിസൈൻ വരുന്നത്. പ്രാക്ടിക്കൽ ആയതുകൊണ്ട് മാത്രമല്ല, ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും പുതുതായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒരു ബ്രാൻഡ്, ശരിയായ രൂപത്തിലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് അതിലൂടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിലുള്ളത്. അപ്പം നിലവിൽ ഒരാശയം മനസ്സിലുള്ള ഒരാൾക്ക് ആ പ്രോഗ്രാമിൽ വരാം. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത ഒരാളെ പുതിയ രീതിയിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ശൈലിയിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ആ പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ അവിടെ നമ്മളൊരു 7 സ്റ്റെപ്പുകളിലായിട്ട് നമ്മൾ ഒരു ബിസിനസ്സിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു 5-6 മണിക്കൂർ സമയം കൊണ്ട് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രാക്ടിക്കലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പ്രൊഫിക്സിൽ അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ആ പ്രോഗ്രാമിൽ വെച്ച് തന്നെ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, കാരണം ടെക്നോളജി എത്ര അധികം എന്തായിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബെനിഫിറ്റ് പല ഓൺട്രപ്രണേഴ്സിനും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് അറിയാം, പണ്ടത്തെ കാലത്ത് വർഷങ്ങൾ കാത്തിരിപ്പ് വേണം ഒരു ബ്രാൻഡൊക്കെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്താൻ, ആളുകൾ അറിയപ്പെടാൻ. ഇന്നെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു നല്ല ആശയം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡായിട്ട് മാറ്റാനും ആ ബ്രാൻഡിലേക്ക് ആളുകളെ എത്തിക്കാനൊക്കെ കഴിയുന്നുള്ളതാണ്. പക്ഷേ നമ്മളവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി അവലംബിച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പോകുന്ന അതേ വഴിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് ഒരുപാട് സമയമെടുക്കും. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ആ വ്യക്തിക്ക് അനുയോജ്യമായ രൂപത്തിൽ അത് എന്താണ് എന്നുള്ളത് നമ്മൾ ജനറലായിട്ട് പറയാൻ പറ്റില്ല. മറിച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും യുണീക്കാണ്. അവരുടെ ഉള്ളിൽ എന്തുണ്ട്, അവരുടെ ഉള്ളിൽ കൃത്യമായ ഒരു രൂപമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു യുണീക്നെസ് ഉണ്ട്. അതും അവർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന സൊല്യൂഷനാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനൊരു ബിസിനസ്സായിട്ടൊരു ബ്രാൻഡായിട്ട് രൂപകൽപ്പന ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തെ ഒരുക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊഫിക്സ് എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അത് കേവലം ഒരു പ്രോഗ്രാം എന്നുള്ളതിലപ്പുറം ഒരു ഇംപ്ലിമെൻ്റൽ ഒരു മാജിക്കാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് നേരിട്ട് അവർക്ക് അവരുടെ ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും നിലവിൽ അവർ നേടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ഒരു മിനിമം 10% അവർക്ക് ഉയർത്താനും പറ്റുന്ന സ്ട്രാറ്റജികൾ കൊണ്ട് നിറഞ്ഞതാണ് പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ ഏകദേശം 300ഓളം ആളുകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് 60% ആൾക്കാരും അവർക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ 5ാമത്തെ പ്രൊഫിക്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അതാണ് പ്രൊഫിക്സ് എന്നുള്ള പ്രോഗ്രാം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. അതാണ് പ്രൊഫിക്സ് എന്നുള്ളതൊരു കംപ്ലീറ്റ് ഒരു 1 ഡേ പ്രോഗ്രാം ആണല്ലോ. എൻ്റെ ഒരു ഫുള്ളി സിലബസ് എല്ലാം ഡിസൈൻ ചെയ്ത് ജാഫർ സാർ ആണോ? തീർച്ചയായിട്ടും ഞാനതിൻ്റെ ഭാഗമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഏകദേശം ഒരു 12 വർഷത്തോളമായിട്ടുള്ള ബിസിനസ്സുകാരോടൊപ്പമുള്ള യാത്രയിൽ വ്യത്യസ്തമായ ബിസിനസ്സുകാർ അവരുടെ സ്ട്രാറ്റജികളും അവരുടെ വിജയവും പരാജയവും ഒക്കെ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അതിൻ്റെയൊക്കെ ഭാഗമാവാനും, ഒപ്പം ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു പാഷൻ എനിക്കുണ്ട്. ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആളുകൾക്ക് അവരുടെ മുമ്പിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് കാണാൻ കോൺസെപ്റ്റുകൾ ഉപയോഗിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 12 വർഷത്തോളമായിട്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് കമ്പനികളിലും ഒരുപാട് സംരംഭകരിലൂടെ നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലൊരു സംഭവം, അത് എൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകളുടെ, കാരണം ഈ ഒരു പ്രോഗ്രാം കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന സംഭവമല്ല. ഇത് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവരുടെ എല്ലാം പരിശ്രമത്തിലൂടെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴും തുടർന്ന് അങ്ങോട്ടും ഈ പ്രോഗ്രാം കഴിഞ്ഞാലും ഇവരെ ഈ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് എക്സ്പേർട്ടുകളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പ്രോഗ്രാമിന് മുമ്പും പ്രോഗ്രാമിന് ശേഷവും ഒരുപാട് എക്സ്പേർട്ടുകളുടെ സപ്പോർട്ടോടുകൂടി
ബിസിനസ്സുകാർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത് ജസ്റ്റ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നല്ല ബൂസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് പോയാൽ പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങൾ ഒരു ടച്ച് വിടാറുണ്ട്. പക്ഷെ ഞാൻ പ്രൊഫിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പല ആളുകളോട് സംസാരിച്ചപ്പോൾ പറയാറുള്ളത് പ്രൊഫിക്സിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വർക്ക് ബുക്ക് ഉണ്ട്, ഇതിനായിട്ട് ഒരു വർക്ക് ബുക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അതിൻ്റെതായ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. കാരണം അവിടെ നിന്നേ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയവര് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നുണ്ട്. അതെന്താ അങ്ങനെ ഒരു മെത്തേഡ്, ആരും ഉപയോഗിക്കാത്തൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്? അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും കാലത്ത് നമ്മൾ ഇൻഫർമേഷൻ്റെ ഒരു കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. കുറേ അറിവുകളായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു എനർജി നിലനിൽക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും നമ്മൾ മലബാറിലെ സംരംഭകരെ കുറിച്ച് പറയാറുണ്ട്. അവർ ബോണാപ്രണേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ബോണാപ്രണേഴ്സാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ ഓൺട്രപ്രണേഴ്സായി മാറിയ ആളുകളാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ കത്തുന്ന പാഷൻ ഉണ്ട്, പക്ഷെ അതിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് അവരിവിടുന്ന് പോകുന്നത്. തുടർന്നും അവർ നേരിട്ട് വരികയും ഒരുമിച്ചിരിക്കുകയും അവരുടെ കൂടെ അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളിൽ അവരെ സഹായിക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള ടൂളുകളൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ അതിന് ശേഷം അവർക്ക് അനുയോജ്യമായ രീതിയിൽ ആ ടൂളുകൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരാരും ഒരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ വരുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാക്കാൻ വരുന്ന ആളുകളോ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും, നെറ്റ്വർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പക്ക പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരാശയത്തെയാണ് നമ്മൾ അവിടെ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരാശയത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിന് മാറ്റാം. കാരണം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് തന്നെ അധികം ആളുകൾക്കും കഴിയുന്ന ആളുകൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ സംഭവത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരാശയം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ആശയ തലത്തിൽ, കാരണം ആശയം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർക്ക് കൃത്യമായിട്ട് അവരുടേതായ ഒരു ആശയം കിട്ടും. അത് സ്വാഭാവികമാണ്. അത് ആ സിനർജിയിൽ നിന്ന് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അവർക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യേണ്ട എൻ്റെ ബിസിനസ്സിനോടനുബന്ധിച്ച് എൻ്റെ കാലത്ത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും എൻ്റെ അനുഭവങ്ങളും എൻ്റെ നോളജും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫ്രെയിം ചെയ്യേണ്ട ബിസിനസ് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ട പുതിയ പ്രൊഡക്റ്റ് ഇതാണ്, എൻ്റെ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരേണ്ട കോൺസെപ്റ്റ് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട പ്രോഗ്രാം ഇതാണ്, ഞാൻ ചെയ്യേണ്ട പുതിയ ആശയം ഇതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ട് അവർ ആ ആശയത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അത് ഇന്നത്തെ ടെക്നോളജികളിൽ വളരെ ഫാസ്റ്റാണ്. പല കാര്യങ്ങളും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്ക് ഏത് നാട്ടിലുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും നമ്മളുടെ ബിസിനസ് ഡീലിങ്ങുകൾ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഫിക്സിനെ അവരൊരു അത്തരത്തിൽ വളരെ പ്രാക്ടിക്കലി സക്സസ്ഫുൾ ആയ പ്രോഗ്രാമായിട്ട് ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. ഈ പ്രൊഫിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ പുതിയതായി എന്റർപ്രണേഴ്സ് സ്റ്റാർട്ടപ്പുകൾക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്? തുടക്ക സമയങ്ങളിൽ ശരിക്കും നമ്മൾ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമായിരുന്നു പ്രൊഫിക്സിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്നത്. പക്ഷേ അതിലൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിരുന്നു. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പം അവരുടെ ബിസിനസ്സിലെ ഒരു പുതിയ, കാരണം അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു പുതിയ രീതിയിലേക്കും ഒരു പുതിയ ശൈലിയിലേക്കും അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എലമെൻ്റ് അവരുടെ ബിസിനസ്സിലേക്ക് വരുന്നു. ഒരു മരത്തിന് ഒരു പുതിയ ശാഖ ഉണ്ടായി വരുന്നത് പോലെ ആ ശാഖയിൽ നിറയെ ഫലങ്ങൾ തരുന്നൊരു ശാഖ അവർക്ക് ലഭിക്കുന്നത് പോലെ അവരുടെ ബിസിനസ്സിൽ ഒരു പുതിയ ഒരു ബ്രാഞ്ച് വരികയാണ്. ഒരു പുതിയ രീതിയിൽ അവർക്ക് അവരുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ പുതിയ ഒരു ആശയത്തെ കൊണ്ടുവന്ന് ആ ആശയത്തിനെ ഡെവലപ്പ് ചെയ്ത് അതിന് സ്വതന്ത്രമായിട്ടൊരു ബിസിനസ്സിൻ്റെ രൂപം നൽകുകയും അതിനെ സ്വതന്ത്രമായിട്ട് അവരുടെ ഒരു ബ്രാൻഡായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന, ഒരു ബ്രാൻഡ് ഇമേജായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൊഫിക്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര മിനിറ്റാണോ?